ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. സൗദി, ബഹ്റൈൻ, കുവൈത്ത് രാജ്യങ്ങൾക്ക് നേരെയാണ് ഏറ്റവും ഒടുവിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇറാനെ തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി വരികയാണ്. അമേരിക്ക കരയുദ്ധം തുടങ്ങാൻ കാത്തിരിക്കുകയാണെന്നാണ് ഇറാന്റെ വെല്ലുവിളി. ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിയ കൂടുതൽ ഇന്ത്യക്കാരെ ഇന്ന് നാട്ടിലെത്തിക്കുന്നുണ്ട്. ജിദ്ദയിൽ നിന്നും മസ്കറ്റിൽ നിന്നുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. ഫൈസൽ ഹംസയും നോബിൾ മാരിക്കാരനുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം ഫൈസൽ ഹംസയിലേക്കാണ്. ഫൈസൽ, ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോഴും അത്ര ഗുഡ് മോർണിംഗ് അല്ല. നമുക്കറിയാം ഗൾഫ് മേഖലയിൽ അങ്ങനെയാണ്. ഗൾഫ് മേഖലയിലേക്ക് ഇറാന്റെ തിരിച്ചടി തുടരുകയാണ്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്ന ഏതൊക്കെ രാജ്യങ്ങൾക്കാണ്? അവരുടെ പ്രതികരണം എങ്ങനെയാണ്? ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത ഭീഷണിയും വരികയാണല്ലോ. സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു തുടങ്ങണോ എന്നുള്ള കാര്യത്തിൽ ഒരാശങ്ക ജനിപ്പിക്കുന്ന രീതിയിലാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഗൾഫ് രാജ്യങ്ങളിൽ ആശങ്കയിൽ തന്നെയാണ്. വലിയ രീതിയിൽ പ്രതിരോധിക്കാനാകുന്നുണ്ടെങ്കിലും ഓരോ ദിവസവും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ബഹ്റൈനിൽ നിന്നാണ് അല്പം ആശങ്കയുള്ള വാർത്ത വരുന്നത്. ജനവാസ കേന്ദ്രം എന്ന് പറയാവുന്ന തരത്തിൽ തന്നെ ഒന്ന് ഹോട്ടലിന് നേരെയാണ്, അതോടൊപ്പം തന്നെ അപ്പാർട്ട്മെൻറ്റുകൾക്ക് നേരെയും ആക്രമണം നടന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. 2 ഹോട്ടലുകൾക്ക് നേരെ ഇന്ന് ആക്രമണം നടന്നു എന്നുള്ളതാണ്. ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്ന കാര്യമാണ്. അമേരിക്കൻ പൗരന്മാരും അതോടൊപ്പം തന്നെ അമേരിക്കൻ താല്പര്യമുള്ള കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമെന്ന്. അതിൻ്റെ ഭാഗമായാണ് ഇത്തവണത്തെയും ആക്രമണമെന്നാണ് പറയുന്നത്. സൗദിക്ക് നേരെയും അല്പസമയം മുമ്പ് ആക്രമണം നടത്തിയിരിക്കുന്നു. അവിടെ അമേരിക്കൻ ബേസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അത് കൃത്യമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞുവെന്ന് സൗദി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി കുവൈത്തിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് പ്രദേശവാസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് ശരിവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഖത്തറിൽ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയും ഇന്നും ആക്രമണം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം.